ഒരു സമൂഹത്തെ മൊത്തം നടുക്കിയ പാറശാല ഷാരോൺ വധക്കേസിലെ വിധി വന്നു കഴിഞ്ഞു. കേസ് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലണമെന്ന്. എന്തായാലും കേരള ജനതയുടെ മനസ്സറിഞ്ഞ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ഗ്രീഷ്മയുടെ പ്രായം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്ന് ചിലരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായമെന്ന് നമുക്ക് കേൾക്കാം. പൊതുവെ ആൺകുട്ടികൾ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ പയ്യന്മാർ കൂടുതൽ ഇതേപോലെ ഒരു പീഡന കേസ് വരുമ്പോഴും ഒക്കെയാണ് കൂടുതലായിട്ട് അവൻ എന്തായാലും പണി കിട്ടിയേ പറ്റത്തുള്ളൂ, അവനെ വധക്കേസ് നല്ലതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു തെറ്റ് തന്നെ ഒരു പെണ്ണ് ചെയ്യുമ്പോഴത്തേക്കും ഈക്വൽ ജസ്റ്റിസ് കിട്ടി എന്നുള്ളതിൽ ഹാപ്പിയാണ്. വിളിച്ചു വരുത്തി ചെയ്തതല്ലേ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാൾ ചതിക്കല്ലേ ചെയ്യുന്നത്, അതിന് നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത് ആരായാലും. ഇനി തോന്നുന്നത് ഒരു പെൺകൊച്ചിനെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരാൾക്ക് വധശിക്ഷ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഒരു ആൺകൊച്ചിനെ കൊന്ന ഒരാൾക്ക് വധശിക്ഷ കിട്ടുക, അത് പുള്ളിക്കാരിക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ എന്നാൽ കൂടി ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എനിക്ക് രണ്ടും കൂടി അങ്ങ് മാച്ച് ചെയ്ത് പോകാൻ തോന്നുന്നില്ല. ഇതെല്ലാവരും കൂടി പാഠമായിരിക്കണം. കാരണം ഒരു പയ്യനെ ചതിച്ച് കൊന്നതല്ലേ. പിന്നെ നമ്മുടെ ഈ ഒരു നിയമപ്രകാരം ശിക്ഷ പെട്ടെന്ന് നടക്കാനൊന്നും പോകുന്നില്ല, കുറേ സമയം എടുക്കും. ചിലപ്പം കൂടിപ്പോയാൽ തൂക്കുകയർ വിധിച്ചിട്ട് കുറേ നാളത്തേക്ക് അങ്ങനെ വെച്ചേക്കും. എന്നിട്ട് പറയും നല്ല നടപ്പാണ്, പാവമാണ്, വെറുതെ വിടാന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടു പോയി. എല്ലാ പെമ്പിള്ളേരും ഇതൊരു പാഠമായിട്ട് എടുക്കണം, എല്ലാ പയ്യന്മാരും. ഇവിടെയൊക്കെ നോക്ക്, ഓരോന്നിന്റെ വാലിൽ തൂങ്ങിക്കൊണ്ട് ഓരോന്ന് നടക്കണേ. ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് പോലും ഒരു ഇങ്ങനെ ചേട്ടങ്ങ് കെട്ടിപ്പിടിച്ചാണ് തൂക്കിക്കൊണ്ട് നടക്കണേ ഓരോ പിള്ളേരും. നിയമത്തിന്റെ വഴിക്കാണ് പോയത്. അതിനിപ്പോ പെണ്ണു ആണോ എന്നില്ല, അത് കിട്ടേണ്ട ആൾക്ക് ആരെ തുറ്റും ചെയ്തോ അതിനിപ്പോ അതില് ഇത് നോക്കേണ്ട ആവശ്യമില്ല, ജെൻഡർ നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായ തീരുമാനമാണ് കോടതി എടുത്തത്, അതിന് ശരി വെക്കും. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് കിട്ടാനുള്ളതാണ് കിട്ടിയത്, സന്തോഷമുണ്ട്. ആ കൊച്ചിന്റെ ആ പയ്യന്റെ കുടുംബത്തിനൊപ്പം നമ്മളെ നിൽക്കുന്നത്. നമുക്ക് ആരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശമൊന്നുമില്ല, അല്ലെ ആരെയും ചതിക്കരുത് നമ്മള്. ഇത് സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു നല്ല ഒരു മെസ്സേജാണ്. ഈ തരത്തിലൊക്കെ ചെയ്തവർക്കെല്ലാം പ്രായത്തിന്റെ അളവ് കൊടുത്തിട്ടുണ്ട്. പ്രായത്തിന്റെ അളവ് കൊടുക്കണം ഞാൻ ആവശ്യപ്പെടുകയില്ല, അങ്ങനെയാണ് പൊതുവേ. അത് അപ്പീൽ പോകുമ്പോഴത്തേക്കും ഹയർ അപ്പീൽ പോകുമ്പോഴേ അവർക്ക് പോകാനുള്ള അപ്പീലിൻ്റെ സമയമുണ്ട്. അപ്പീൽ പോയി കഴിയുമ്പോൾ കിട്ടും. ഇതേപോലെ ഇതിനേക്കാളും മൃഗീയമായിട്ടൊക്കെ കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ കൊടുത്തത് മേൽക്കോടതികൾ പിന്നീട് ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൂർണ്ണമായിട്ട് വിശ്വസിച്ച ഒരു പയ്യനെ ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെയായിട്ട് കൊന്നു. 11 ദിവസം കണ്ട് ആ പയ്യൻ വെള്ളം പോലും കുടിക്കാതെ ആശുപത്രി കിടന്നു എന്നാണ് റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ക്രൂരമായൊരു നടപടിയാണ്. അതിന് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പ്ലാൻ ചെയ്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രായപൂർത്തിയായില്ലേ. അപ്പോൾ ഇനി ഇവർ ജീവിച്ചിരുന്നാൽ ഇതുപോലത്തെ ഒരു അവസരം ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിലും ബെറ്ററായിട്ട് അവർ ഇത് പ്ലാൻ ചെയ്തെന്ന് വരും. ഇതൊക്കെ നല്ലത് തന്നെ ശിക്ഷ. അങ്ങനെ കൂടെ കൊണ്ട് നടന്നിട്ടേ ആ പാവം പയ്യനെ അതിൻ്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജഡ്ജി പറഞ്ഞിട്ടുണ്ട് ഉറപ്പിക്കാൻ. അതിൻ്റെ ആമാശയവും നാക്കും എല്ലാം പോയത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തവന് വധശിക്ഷ എന്താണ് കൊടുക്കേണ്ടത്? കോടതി വിധിയെ മാനിക്കുന്നു. കാരണം തീർച്ചയായിട്ടും ആ കുട്ടി ആ ശിക്ഷ അർഹിക്കുന്നതാണ്. നമുക്ക് തെളിവ് ഉണ്ടല്ലോ, പുള്ളിക്ക് എങ്ങനെയാണ് പുള്ളി മരിച്ചതെന്നും അതിനുള്ള വീഡിയോ സഹിതമുള്ള തെളിവുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ശിക്ഷ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരാളെ ജീവിക്കാനുള്ള അവകാശമാണ് ആ കുട്ടി വയലേറ്റ്. അതിന് എന്ത് കാരണത്തിന്റെ പുറത്താണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുക എന്നുള്ളത് അത്ര ശരിയുള്ള കാര്യമാണ്. അതുകൊണ്ട് കോടതി വിധിയെ മാനിക്കുന്നു. ഇവൻ എല്ലാവർക്കും വാല്യൂ ഉണ്ട്. ക്രിമിനൽ ആയാലും ജീവന് വാല്യൂ ഉണ്ട്. ഒരു മനുഷ്യ ജീവന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ക്രിമിനൽ ആണെന്നൊക്കെ കാര്യം കൊണ്ട്, ഒരു ക്രൈം ചെയ്യുന്നൊരു കാര്യം കൊണ്ട് വേറൊരു മനുഷ്യ ജീവൻ എടുക്കണമെന്ന് പറയാനുള്ള അവകാശവും എനിക്കില്ല. അവർക്ക് കൊടുത്ത വിധി നല്ലത് തന്നെയാണ്. ബട്ട് ഇനിയിപ്പോൾ എന്തായാലും പ്രോബ്ലമൈസ് അവരിനി അപ്പീല് പോകും. പിന്നെ ഹൈക്കോർട്ട് എന്താ പറയണേ, സുപ്രീം കോർട്ട് എന്താ പറയണേ, അതിനൊരു ലോങ് പ്രോസസ് ആണല്ലോ. പറ്റേണ്ട ഇപ്പം എന്തായാലും ഡെത്ത് ട്രയൽ ഇപ്പോൾ കൊടുക്കാൻ പെട്ടെന്ന് എന്തായാലും പറ്റില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ എന്താ പറയുക മേഴ്സി പെറ്റീഷൻ കൊടുക്കും. അതിന് ഒരു 10-15 കൊല്ലം ഇനി അതിന്റെ പുറകെ നടക്കും. അപ്പോൾ ഇപ്പോഴേ വെറുതെ ആൾക്കാർ കൊട്ടിഘോഷിച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ജുഡീഷ്യറിന്റെ പ്രോസസ് അങ്ങനെയാണ്, കണ്ട് വെയിറ്റ് ചെയ്ത് കാണാം. ഈ ശിക്ഷ ഗ്രീഷ്മ അർഹിക്കുന്നത് തന്നെ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. അപൂർവമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ വേണം. ഇത്തരം കുറ്റം ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുണ്ട്. 140 ന്യൂസിനു വേണ്ടി തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും റിപ്പോർട്ടർമാരായ അനു, ആരതിയും